സഭയിൽ രാഹുൽ എത്തുമോ എന്ന ചോദ്യം കറങ്ങി നടക്കുന്നതിനിടയിലാണ് മൗനം വെടിഞ്ഞ് രാഹുൽ എത്തിയിരിക്കുന്നത്. മിഷൻ 2026 എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് മൗനം വെടിഞ്ഞ് രാഹുൽ എത്തിയത്. ഒരു മുഴുനീളൻ സന്ദേശമായിരുന്നു അയച്ചത്. അതിലെല്ലാ കോൺഗ്രസ് നേതാക്കളെ പറ്റിയും കൂടാതെ മാധ്യമങ്ങളെ പഴിച്ചുമാണ് എത്തിയത്. കോൺഗ്രസിലെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടുന്നത് ചിലരുടെ ആവശ്യമാണെന്നും താൻ ഒരു കണ്ണി മാത്രമാണെന്നും രാഹുൽ പറഞ്ഞു. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, അടിസ്ഥാനമില്ലാതെ ഷാഫി പറമ്പിൽ, VT ബൽറാം, T സിദ്ദിഖ്, PK ഫിറോസ്, JB മേത്തർ എന്നിവർക്കെതിരെ ആക്രമണം നടത്തുന്നു. മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലുണ്ടാക്കണമെന്നതും മാധ്യമങ്ങളുടെ ആവശ്യമാണ്. നേതാക്കൾ തൊട്ട് പ്രവർത്തകർ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും രാഹുൽ വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. KCയും സണ്ണി സാറും VDയും രമേശ് ജിയും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടുന്നത്, തമ്മിൽ തല്ലുണ്ടാകേണ്ടുന്നത് അവരുടെ ആവശ്യമാണ്. മാധ്യമങ്ങൾ നടത്തുന്ന ആക്രമണം ചില പ്രൊപ്പഗണ്ടകളുടെ ഭാഗമാണ്, രാഹുൽ പറഞ്ഞു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വന്നപ്പോൾ തന്നെ അതിന്റെ പിന്നാലെ പോയി ശബ്ദ സന്ദേശങ്ങളും കാൾ റെക്കോർഡുകളും പുറത്തുവിട്ട് റേറ്റിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റിപ്പോർട്ടർ ചാനലായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഇവിടെ ഉദ്ദേശിച്ച മാധ്യമങ്ങൾ അവർ തന്നെയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ രംഗത്തെത്തിയത്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വാരിയേഴ്സ്, കോൺഗ്രസ് ബറ്റാലിയൻ, യുവ തുർക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സൈബർ പേജുകളിലാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത്. ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയണമെന്നും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ സമരങ്ങളെ ദുർബലപ്പെടുത്തരുതെന്നും വ്യക്തിപരമായ കളങ്കം പാർട്ടിക്ക് ബാധ്യതയാവരുതെന്നും ഒരു വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്.